രസം രസതന്ത്രം ഓൺലൈൻ കെമിസ്ട്രി ക്ലാസിന്റെ 3-ാം അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രതീകത്തിൽ നിന്ന്, ഒരു മൂലകത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ സിംബലിൽ നിന്ന് എങ്ങനെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺസിന്റെ എണ്ണം, ഇലക്ട്രോൺസിന്റെ എണ്ണം, ന്യൂട്രോൺസിന്റെ എണ്ണം ഇത്രയും കാര്യങ്ങൾ എടുത്തെഴുതാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 1-2 ഹോംവർക്കും തന്നിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടെ സബ്സ്ക്രൈബ് ബട്ടന്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുതായി ഇരുന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകള് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ കൂടുതലൊന്നും പറയാനില്ല, നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഒരു സിംബലിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, എഴുതിയെടുക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. പേജ് നമ്പർ 18 ടേബിൾ 1.3 നോക്കുക. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 18 1.3 ടേബിൾ. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സിംബൽ അല്ലെങ്കിൽ പ്രതീകം എന്താണ്? ഹൈഡ്രജന്റേതാണ്. ഇതിൽ നിന്ന് അറ്റോമിക് നമ്പർ എങ്ങനെ എടുത്തെഴുതും? നമുക്കറിയാം, ഇതാണ് അറ്റോമിക് നമ്പർ. സോ 1. മാസ് നമ്പർ ദാ മേലെ എഴുതിയിട്ടുണ്ട്. മാസ് നമ്പർ ഈസ് 1. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണവും അറ്റോമിക് നമ്പറും ഈക്വൽ ആണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അറ്റോമിക് നമ്പർ ആയ 1 തന്നെ ആയിരിക്കും പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം. ന്യൂട്രോൺ കിട്ടാൻ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് 1 - 1 = 0. ഹീലിയത്തിന്റെ നോക്കൂ, അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4. പ്രോട്ടോണും ഇലക്ട്രോണും അറ്റോമിക് നമ്പറിന് സെയിം. സോ 2 തന്നെ. ന്യൂട്രോൺ എന്താണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചത്. 4 - 2 = 2. ഇനി നോക്കൂ, ലിഥിയം അറ്റോമിക് നമ്പർ 3, മാസ് നമ്പർ 7, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ 3. ദെൻ എന്താണ്? ന്യൂട്രോൺ 7 - 3 = 4. അതുപോലെ അടുത്തത് ആരാണ്? കാർബൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. മാസ് നമ്പർ നോക്കൂ 12 ആണ്. സിംബലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രോട്ടോണും ഇലക്ട്രോണും എന്ത് തന്നെ വരും? അറ്റോമിക് നമ്പറിന് ഈക്വൽ എന്ന് പറയുമ്പോൾ 6 തന്നെ വരും. ന്യൂട്രോൺ എത്ര വരും? ന്യൂട്രോൺ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറക്കണം. 12 - 6 = 6. അടുത്ത നിയോണിനെ നോക്കൂ, അറ്റോമിക് നമ്പർ 10, മാസ് നമ്പർ 20, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ 10 ഈച്ച്. അതുപോലെ ന്യൂട്രോൺ എന്ത് വരും? 20 - 10 = 10. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അടുത്തത് ആർഗോൺ കൂടി കൊടുത്തത് കാണാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇത്രയും ലളിതമാണ് സിംബലിൽ നിന്ന്, പ്രതീകത്തിൽ നിന്ന് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ എടുത്ത് എഴുതുക എന്നുള്ളത്. ഓക്കെ. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ എൻ ആറ്റം. നമുക്കറിയാം, ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും കഴിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് പുറത്തെ ഷെല്ലിൽ ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഏത് രീതിയിലായിരിക്കും ഷെല്ലിൽ ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത്? അതാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അറ്റോമിക് നമ്പറും ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആണല്ലോ. ഇപ്പൊ 2 ഇലക്ട്രോൺസ് ഉള്ള ഹീലിയം, അതുപോലെ 10 ഇലക്ട്രോൺസ് ഉള്ള നിയോൺ, ഇതിൽ രണ്ടിലും ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ആദ്യത്തെ ഷെല്ലിൽ ഈ മുഴുവൻ ഇലക്ട്രോണും കൊള്ളുവോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയസിന് പുറത്ത് കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, എൻ ഷെല്ലുണ്ട്. അപ്പൊ കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിച്ചതിന് ശേഷം മാത്രമേ എൽ ഷെല്ലിലേക്ക് പോകൂ, അല്ലെ? അങ്ങനെയാണ്. അപ്പൊ നമ്മളൊരു കാര്യം പഠിക്കേണ്ടതുണ്ട്. കെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും, അതുപോലെ എല്ലിൽ എത്ര കൊള്ളും, എമ്മിൽ എത്ര കൊള്ളും, എന്നിൽ എത്ര കൊള്ളും എന്നുള്ളത്. അത് പഠിക്കാൻ വേണ്ടി 4 ഷെല്ലിനും കൂടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 2n². ഇതിൽ എന്നിന് ഷെൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഷെൽ സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്നിന് ഷെൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് ആ ഷെല്ലിൽ ഉൾക്കൊള്ളും എന്ന് കിട്ടും. ആദ്യം നമുക്ക് കെ ഷെല്ലിന്റെ നോക്കാം. കെ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലല്ലേ. അപ്പൊ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × n അല്ലേ അർത്ഥം. 2 × 1 n, ഒന്നാമത്തെ ഷെല്ല് 1² എന്നിന് 1 കൊടുത്താണ് കേട്ടോ, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ 2 × 1² എത്രയാ? 1 അല്ലേ. ഏതിന്റെയും സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. അപ്പൊ 1² എന്ന് പറഞ്ഞാൽ 1 × 1. അപ്പൊ 2 × 1 = എന്ത് വരും? 2 വരും. സോ നമുക്ക് എന്ത് കിട്ടി? കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്.
അപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോൺ വിന്യാസം മനസ്സിലായില്ലേ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ മനസ്സിലായില്ലേ? എന്താണ്, ഇപ്പൊ ഒരു 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആദ്യം കെയിൽ 2 നിറയും, ബാക്കി 3 എല്ലിലേക്ക് പോവാ. അപ്പൊ മറ്റു 3 ഷെൽസിലും, കെ ഷെല്ലിന് പുറമെ മറ്റു 3 ഷെൽസിലും എത്ര ഇലക്ട്രോൺ വീതം ഉൾക്കൊള്ളും എന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സിമ്പിൾ ആണ്. അടുത്തത് എൽ ഷെല്ലിലേക്ക് വരുമ്പം രണ്ടാമത്തെ ഷെല്ലല്ലേ എല്ല്, അപ്പൊ 2n² എന്നിന് 2 എന്ന് കൊടുത്താൽ മതി. അപ്പൊ 2 × 2² എന്നാവും. 2 × 2² എന്നിന് 2 കൊടുത്താണ്. അപ്പൊ 2 × 2² എത്രയാ? 2 × 2 4 അല്ലേ? അപ്പൊ 2 × 4 8. എൽ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാൻ പറ്റും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നോക്കാം, എം ഷെൽ. എം ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെൽ അല്ലേ? സോ 2n² എന്നിന് 3 കൊടുക്കുക. 2 × 3². 2 × 3² എത്രയാ? 9 = 18. അപ്പൊ എം ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺസ്, 18 ഇലക്ട്രോൺസിനെ നമുക്ക് കൊള്ളിക്കാൻ പറ്റും. ലാസ്റ്റ് വൺ ഏതാണ്? എൻ ഷെൽ, നാലാമത്തെ ഷെല്ല് അല്ലേ? അപ്പൊ 2n² എന്നിന് 4 കൊടുക്കേണ്ടി വരും. 2 × 4². 2 × 4² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16 അല്ലേ? അപ്പൊ 2 × 16 = 32. അപ്പൊ നമുക്ക് മനസ്സിലായി എൻ ഷെല്ലിൽ പരമാവധി 32 ഇലക്ട്രോൺസ് കൊള്ളും. അപ്പൊ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുക, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ ആണ്, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായി. ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ഈ നിയമം മാത്രം പഠിച്ചാൽ പോരാ. ഒന്നാമത്തെ കാര്യം എത്ര ഇലക്ട്രോൺ കൊള്ളും എന്നുള്ളതാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ ഷെല്ലിലും എത്ര കൊള്ളും പഠിച്ചു കഴിഞ്ഞു. ഇനി ഇലക്ട്രോൺ നിറയ ഊർജം കുറഞ്ഞ ഷെല്ലിൽ നിന്ന് കൂടിയ ഷെല്ലിലേക്കാണ്. എനർജി കുറഞ്ഞ ഷെല്ലിൽ നിന്ന് കൂടിയ ഷെല്ലിലേക്കാണ്. ന്യൂക്ലിയസിന്റെ അടുത്ത് ആദ്യമുള്ള കെ ഷെല്ലിൽ എനർജി വളരെ കുറവായിരിക്കും. ആദ്യം അതിൽ നിറഞ്ഞിട്ടാണ് എല്ലിലേക്ക് പോവാണ്. അങ്ങനെ എനർജി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് ഇലക്ട്രോൺസ് നിറഞ്ഞു പോവുക. പിന്നെ ഒരു നിയമം കൂടിയുണ്ട്. നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ ഏതൊരു ആറ്റത്തിന്റെയും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. ആ ഒരു നിയമം കൂടി നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. അപ്പൊ നമുക്ക് കുറച്ച് മൂലകങ്ങളുടെ, കുറച്ച് എലിമെന്റ്സിന്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക എന്ന് നോക്കാം. ഇതുവരെ നമ്മൾ അത് എഴുതാൻ വേണ്ട നിയമങ്ങൾ പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതുന്നു നോക്കാം. ആദ്യം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സോഡിയം എടുക്കാം. അറ്റോമിക് നമ്പർ 11. അറ്റോമിക് നമ്പർ 11 ആയ സോഡിയത്തിൽ നമുക്കറിയാം 11 ഇലക്ട്രോൺ ഉണ്ട്. കാരണം എന്താ? അറ്റോമിക് നമ്പറും ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആണ്. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 11 ഇലക്ട്രോൺ കയ്യിൽ ഉണ്ടെങ്കിലും കെയിൽ 2 മാത്രമേ കൊള്ളിക്കാൻ പറ്റൂ. സോ കെയിൽ 2 മാത്രം കൊടുക്കാനേ പറ്റൂ. എത്ര ബാക്കി? 11ൽ നിന്ന് 2 കെയിൽ കൊടുത്താൽ 9 ബാക്കി. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഷെല്ലിലേക്ക് ചെല്ലുന്നു. രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ മാക്സിമം 8 അല്ലേ? അപ്പൊ ആ 8 നമ്മൾ എൽ ഷെല്ലിന് കൊടുക്കുന്നു. എത്ര ബാക്കി? നോക്കൂ, 8ഉം 2ഉം 10, 11ലേക്ക് ഒന്നുകൂടി ബാക്കിയുണ്ട്. മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിലേക്ക് ആ ഒരെണ്ണം കൊടുക്കുക. എം ഷെല്ലിൽ പരമാവധി 18 ആണ്. നമ്മളുടെ കയ്യിലാകെ ബാക്കി 1 ഇലക്ട്രോണും കൂടിയേ ഉള്ളൂ. അത് നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 281. 8ഉം 2ഉം 10, 1ഉം 11. 11 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, സോഡിയത്തിന്റെ കയ്യിലുള്ളത്. അതിങ്ങനെയാണ് നമ്മൾ വിന്യസിപ്പിക്കുക. അഥവാ സോഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം 281 എന്നായിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മള് നൈട്രജൻ, അറ്റോമിക് നമ്പർ 7. അറ്റോമിക് നമ്പർ 7 ആയ നൈട്രജനിൽ 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലിൽ മാക്സിമം 2 കൊള്ളൂ. സോ 2 നമ്മള് കെക്ക് കൊടുത്തു. പിന്നെയോ ബാക്കി 5 ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 കൊള്ളൂലേ? നമ്മുടെ കയ്യിലാകെ 5 ബാക്കിയുള്ളൂ. അപ്പൊ 5 നമുക്ക് രണ്ടാമത്തെ ഷെല്ലിൽ കൊടുക്കാലോ. സോ 25. ഒന്നുകൂടി നോക്കാം. ക്ലോറിൻ, അറ്റോമിക് നമ്പർ 17. ആദ്യത്തെ ഷെല്ലിൽ 2 കൊള്ളും, രണ്ടാമത്തെ ഷെല്ലിൽ 8 കൊള്ളും. അപ്പൊ എത്രയായി? 8ഉം 2ഉം 10. ടോട്ടൽ 17 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 7 ബാക്കിയാണ്. മൂന്നാമത്തെ ഷെല്ലിൽ 18 കൊള്ളും. സോ മൂന്നാമത്തെ ഷെല്ലിൽ ബാക്കിയുള്ള 7 കൂടി കൊടുക്കുക. അപ്പൊ ഇവിടെ കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലില് 7. ഇങ്ങനെയായിരിക്കും ക്ലോറിനിലെ ഇലക്ട്രോൺ വിന്യസിച്ചിരിക്കുക. നമ്മൾ ജസ്റ്റ് ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കും. ജസ്റ്റ് സോഡിയം ആണെങ്കിൽ 281, നൈട്രജൻ ആണെങ്കിൽ 25, ക്ലോറിൻ ആണെങ്കിൽ 287. ഇങ്ങനെ എഴുതിയാൽ മതി. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ബോർ മാതൃക അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ബോർ മോഡൽ എങ്ങനെ ചിത്രീകരിക്കും എന്നുള്ളതാണ്. സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ ബോർ മോഡൽ ചിത്രീകരിക്കുക? ബോർ മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മുമ്പേ പഠിച്ചു വെച്ചതല്ലേ. ന്യൂക്ലിയസില്
പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവും, പുറത്ത് KLMN ഷെൽസ് ഉണ്ട്, ആ ഷെല്ലിൽ ഇലക്ട്രോൺസും ഉണ്ടാവും. അത് വെച്ച് നമുക്ക് ഒരു ആറ്റത്തിന്റെ ബോർ മോഡൽ എങ്ങനെ വരയ്ക്കാം നോക്കാം. ആദ്യം ലിഥിയം അറ്റോമിക് നമ്പർ 3, മാസ് നമ്പർ 7. ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ന്യൂക്ലിയസ് ആണ് നമ്മൾ വരക്കേണ്ടത്. ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 3 അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണും 3 തന്നെ ആയിരിക്കും, കാരണം അറ്റോമിക് നമ്പറിന് ഈക്വൽ അല്ലേ പ്രോട്ടോണ്. ഇനി അടുത്തത് ന്യൂക്ലിയസിൽ ആരാ ഉണ്ടാവുക? പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ. ന്യൂട്രോണിനെ നമ്മൾ എങ്ങനെ എഴുതുക? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറക്കുന്നതല്ലേ. സോ 7 - 3 = 4 ന്യൂട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോ ലിഥിയത്തിന്റെ ന്യൂക്ലിയസിൽ 3 പ്രോട്ടോണും 4 ന്യൂട്രോൺസും. അപ്പൊ നമ്മൾ ഇതാ ന്യൂക്ലിയസ് ആണ് ഇവിടെ വരച്ചത്. ഇനി ന്യൂക്ലിയസിന് പുറത്ത് ആരുണ്ട്? ഷെൽസ് ഉണ്ട് അല്ലെ, ഷെൽസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോ 3 ഇലക്ട്രോൺ ആണ് ലിഥിയത്തിനുള്ളത്, കാരണം അറ്റോമിക് നമ്പറും ഇലക്ട്രോണിന്റെ എണ്ണവും സെയിം അല്ലേ. അപ്പൊ ആദ്യത്തെ ഷെല്ലായ K ഷെൽ ഇതാ ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള സഞ്ചാരപാത, സർക്കുലർ പാത്ത്, ഇതാണ് K ഷെല്ല്. K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും നോക്കാം. നമ്മൾ അറ്റോമിക് നമ്പർ 3 എന്ന് പറയുമ്പം ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 2 1 ആയിരിക്കില്ലേ, Kയിൽ 2, ബാക്കിയുള്ള 1 എടുത്ത് Lലാണ് പോവുക. അപ്പൊ K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഈ ഇലക്ട്രോണിനെയാണ് നമ്മൾ ഡോട്ട് ഇട്ട് കാണിച്ചത്. ഇലക്ട്രോണിനെയാണ്. K ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അപ്പൊ അടുത്ത ഷെല്ലാണ് ഇത് L ഷെൽ. അതിൽ എത്ര ഇലക്ട്രോണാ ബാക്കിയുള്ളത്? 1 ഇലക്ട്രോൺ. ഇങ്ങനെയായിരിക്കും നമ്മൾ ലിഥിയത്തിന്റെ ബോർ മോഡൽ വരയ്ക്കുക. കണ്ടിട്ട് പേടിക്കാനൊന്നുമില്ല. എന്താണ്? ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, അതിന്റെ നമ്പർ എടുത്ത് എഴുതാം. അത് സിംബലിൽ നിന്ന്, പ്രതീകത്തിൽ നിന്ന് കിട്ടും. പുറത്ത് ഷെല്ലില് ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര, അങ്ങനെ നമുക്ക് കിട്ടും. ഇലക്ട്രോൺസിനെ നമ്മൾ ഡോട്ട് ആയിട്ട് വരക്കും. ഇനി ഒരെണ്ണം കൂടി നോക്കാം. നമ്മള് സോഡിയം അറ്റോമിക് നമ്പർ 11, മാസ് നമ്പർ 23. അപ്പൊ നോക്കൂ, ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കാം അല്ലെ. ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 11 പ്രോട്ടോൺ ഉണ്ടാവും. ന്യൂട്രോൺ എത്ര ഉണ്ടാവും? 23 - 11 എത്ര കിട്ടും? 12 ന്യൂട്രോൺ ഉണ്ടാവും. ഇനി പുറത്ത് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എന്താണ്, അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് 11 ഇലക്ട്രോൺ ആണ്. ഏതൊക്കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 2 then 8 1 ഇതായിരിക്കില്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം, അപ്പൊ ന്യൂക്ലിയസ് നമുക്ക് ഇവിടെ കിട്ടി 11 പ്രോട്ടോണും 12 ന്യൂട്രോണും. ഒന്നാമത്തെ ഷെല്ലായ K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺസ്, 2 ഡോട്ട്. രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺസ്. 1 2 3 4 5 6 7 8. ഇതാ ഇങ്ങനെ എണ്ണി ഇടുക. 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഡോട്ട് നിങ്ങളോട് ഇടാൻ മറന്നു പോയാല് ഇലക്ട്രോൺസിന്റെ എണ്ണം തെറ്റി, അറ്റോമിക് നമ്പർ തെറ്റി, മാർക്ക് കിട്ടില്ല. അപ്പൊ കൃത്യമായിട്ട് 8 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അത് എണ്ണി ഇടാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത് ഒരു ഷെല്ല് കൂടിയുണ്ട്. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. സോ മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ നമ്മൾ അടയാളപ്പെടുത്തുക. ഇതായിരിക്കും സോഡിയത്തിന്റെ ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക. അപ്പൊ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ ബോർ മാതൃക വരക്കാന്ന് മനസ്സിലായോ? ടെക്സ്റ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലായെങ്കിൽ ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വർക്ക് ചെയ്യാം കേട്ടോ. പേജ് നമ്പർ 21, പേജ് നമ്പർ 21 ഇതാ ഇങ്ങനെ ഒരു ബോർ മാതൃക നമുക്ക് തന്നിട്ടുള്ളത് കാണാം. അലൂമിനിയം അറ്റോമിക് നമ്പർ 13, മാസ് നമ്പർ 27. ആ അലൂമിനിയം എന്ന് പറയുന്ന എലിമെന്റിന്റെ, അലൂമിനിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ ബോർ മാതൃകയാണ് ഈ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പിന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ചോദ്യം. ആദ്യം നോക്കൂ, അറ്റോമിക് നമ്പർ Z അല്ലേ നമ്മൾ കൊടുക്കുക. അറ്റോമിക് നമ്പർ 13. മാസ് നമ്പറിന് നമ്മൾ A കൊടുക്കും, 27 അല്ലേ. ഇനി പ്രോട്ടോൺ നിങ്ങൾക്ക് അറിയാം അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ്. ഇവിടെ ശരിക്കും ന്യൂക്ലിയസിൽ ബോർ മോഡൽ പ്രകാരം പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം തരണം. പക്ഷെ ഇവിടെ ജസ്റ്റ് പോസിറ്റീവ് ചാർജിനെ തന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ പ്രതീകം, സിമ്പിൾ തന്നതുകൊണ്ട് നമുക്ക് പ്രോട്ടോണ് അറ്റോമിക് നമ്പർ ഈക്വൽ ആയതുകൊണ്ട് അത് തന്നെ എടുത്ത് എഴുതാം. പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 13. ദെൻ ഇലക്ട്രോണും പ്രോട്ടോണും അറ്റോമിക് നമ്പറുമാണ് ഈക്വല്. അപ്പോ ഇലക്ട്രോണും 13 തന്നെ ആയിരിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന്റെ പറയുന്നതിന് മുമ്പേ ഇലക്ട്രോൺ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിട്ട് എന്ന് പറഞ്ഞ് എടുക്കുന്നതും, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എണ്ണി നോക്കിയും കണ്ടുപിടിക്കാമല്ലോ. കാരണം നോക്കൂ, ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഈ ഡോട്ടായി കാണിക്കുന്നതാണ് ഇലക്ട്രോൺ.
രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അത് പറയുമ്പോഴാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പല കുട്ടികളോടും അശ്രദ്ധ കൊണ്ട് 8 ഇലക്ട്രോണിന് പകരം 7 അല്ലെങ്കിൽ 9 ഒക്കെ ഇട്ട് പോകും. ജസ്റ്റ് ഒരു ഡോട്ടിന്റെ കാര്യമല്ലേ, ഒരു ഡോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ കുറഞ്ഞു, അപ്പൊ നമ്മുടെ മാർക്ക് മൊത്തം പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണി തന്നെ ഇടണം. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തേല് 3 ഇലക്ട്രോൺ. അപ്പം 2ഉം 8ഉം 10, 3ഉം 13. അങ്ങനെ നമുക്ക് ഇലക്ട്രോൺ എണ്ണം 13 കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത നമ്മൾ കാണാനുള്ളത് ന്യൂട്രോൺ എണ്ണാണ്. നിങ്ങൾക്കറിയാം ന്യൂട്രോണിന്റെ എണ്ണം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അതായത് 27 മൈനസ് 13 എത്ര കിട്ടും? 14 വരും. അപ്പൊ നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം 14 കിട്ടി. പിന്നെ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ചോദിക്കുന്നുണ്ട്. അറ്റോമിക് നമ്പർ Z is equal to എത്രയാണ്? 13 ആണ് അല്ലെ. മാസ് നമ്പർ A is equal to എത്രയാണ്? 27 ആണ്. ഒരു കാര്യം കൂടി ടെക്സ്റ്റ് ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നോക്കൂ. ഒന്നാമത്തെ ഷെല്ലിൽ 2 എണ്ണം അല്ലേ ഉള്ളത്, 2 ഇലക്ട്രോൺ, സോ 2. രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം അല്ലേ ഉള്ളത്, 8 ഇലക്ട്രോൺ, സോ 8. മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണുള്ളത്, സോ 3. ഇങ്ങനെയായിരിക്കും അലൂമിനിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക. അപ്പൊ ഈ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം കഴിഞ്ഞ ക്ലാസിന്റെ ബാക്കിയായിട്ട് സിംബലിൽ നിന്ന്, പ്രതീകത്തിൽ നിന്ന് ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ എടുത്ത് എഴുതുന്നു പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മള് ആറ്റത്തിന്റെ ബോർ മോഡൽ എങ്ങനെയാ വരയ്ക്കാന്ന് പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഷെൽസിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ക്രമീകരിച്ചിരിക്കുന്നത്, അതായത് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ എഴുതാന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം കൂടിയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്, മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിന്റെ അവസാന ഭാഗമായിട്ട് കാണുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.